ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1993 പുറത്തിറങ്ങിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിച്ച തമിഴ് ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം 1993 വലിയൊരു വിജയവർഷമായി കാണാൻ കഴിയില്ല. 92 വൻ വിജയങ്ങൾ കരസ്ഥമാക്കിയ രജനീകാന്തിന് 93 അത് ഒരു പരിധിവരെ നിലനിർത്താൻ കഴിഞ്ഞില്ല. ആകെ 3 ചിത്രങ്ങളാണ് 1993 രജനീകാന്ത് അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും അവയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്തായിരുന്നുവെന്നും നമ്മൾക്ക് നോക്കാം. 93 രജനീകാന്ത് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 18 തിയേറ്ററുകളിലെത്തിയ യജമാൻ. രജനീകാന്തിന്റെ അക്കാലത്തെ സൂപ്പർ വിജയങ്ങളുടെ ഫോർമുലയായ ആക്ഷൻ, കോമഡി, ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ നിന്ന് മാറി ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു യജമാൻ. അതുകൊണ്ട് തന്നെ രജനീകാന്തിന്റെ ആരാധകർക്ക് വേണ്ട രീതിയിൽ ഈ ചിത്രം ബോധിച്ചില്ല. RV ഉദയകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ ആദ്യ വാരങ്ങളിൽ മിക്സ്ഡ് വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു ലഭിച്ചിരുന്നത്. എന്നിരുന്നാലും രജനീകാന്തിന്റെ ഫാമിലി ഓഡിയൻസിന് ഈ ചിത്രം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാതെ കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചു. ബോക്സ് ഓഫീസിൽ യജമാൻ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു നേടിയിരുന്നത്. സംവിധായകനായ RV ഉദയകുമാർ തന്നെ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക. ഐശ്വര്യയും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ MN നമ്പ്യാർ, മനോരമ, വിജയകുമാർ, നെപ്പോളിയൻ, ഗൗണ്ടമണി, സെന്തിൽ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. AVM പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച എല്ലാ ഗാനങ്ങളും അക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. 93 രജനീകാന്ത് അഭിനയിച്ച രണ്ടാമത്തെ തമിഴ് ചിത്രമായിരുന്നു ജൂൺ 24 തിയേറ്ററുകളിലെത്തിയ ഉഴൈപ്പാളി. തമിഴ്നാടോടൊന്നിച്ച് കേരളത്തിലും ഒരേ ദിവസം റിലീസ് ചെയ്ത ഉഴൈപ്പാളി ഒരു ആക്ഷൻ, ഫാമിലി, ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. രജനീകാന്തിന്റെ മാനറിസങ്ങൾക്ക് ചേരുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയ ഈ ചിത്രം P. വാസു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീര ഇനീഷ്യൽ നേടിയെടുത്ത ഉഴൈപ്പാളി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് 93 കരസ്ഥമാക്കിയത്. റോജ രജനീകാന്തിന്റെ നായികയായി എത്തിയ ഈ ചിത്രം വിജയ പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. രാധാ രവി, ഗൗണ്ടമണി, വിജയകുമാർ, സുജാത, നിഴൽഗിരി രവി, ശ്രീവിദ്യ, വിവേക് എന്നിവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മഹാഭാരതത്തിലെ ദുര്യോധനായ പുനീത് ഇസാറായിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ എല്ലാ ഗാനങ്ങളും അക്കാലത്ത് സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിരുന്നു. രജനീകാന്തിന്റെ 93 ഏറ്റവും വലിയ വിജയ ചിത്രം കൂടിയായിരുന്നു ഉഴൈപ്പാളി. സംവിധായകനായ P. വാസു തന്നെ രചന നിർവഹിച്ച ഈ ചിത്രം തമിഴ്നാട്ടിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ 175 ദിവസമായിരുന്നു പ്രദർശിപ്പിച്ചത്. 93 രജനീകാന്ത് അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലെത്തിയ വള്ളി. ഈ ചിത്രത്തിൽ രജനീകാന്ത് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ വേഷത്തിൽ മാത്രമായിരുന്നു എത്തിയിരുന്നത്. രജനീകാന്ത് തന്നെ നിർമ്മാണം നിർവഹിച്ച ഈ ചിത്രത്തിൽ പ്രിയാരാമനായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഹരിരാജ്, പുതുമുഖം സഞ്ജയ് എന്നിവർ നായകവേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. K. നടരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥ രജനീകാന്ത് തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. പ്രിയാരാമൻ നായികയായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ മികച്ച അഭിനയമായിരുന്നു താരം കാഴ്ചവെച്ചിരുന്നത്. വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാതെ പോയ വള്ളി അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. രജനീകാന്തിന്റെ സാന്നിധ്യവും ചിത്രത്തിന് തുണയായില്ല. ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. ആകെ സമ്മർ നോക്കുമ്പോൾ 1993 രജനീകാന്ത് അഭിനയിച്ച 3 തമിഴ് ചിത്രങ്ങളിൽ യജമാൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടി, ഉഴൈപ്പാളി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസും വള്ളി പരാജയവുമായി മാറി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 66% ആണ്. ഇതിൽ 3 ചിത്രങ്ങളുടെയും സംഗീത സംവിധാനം ഇളയരാജയായിരുന്നു നിർവഹിച്ചിരുന്നത്. ഇത്രയുമാണ് 1993 രജനീകാന്ത് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.